ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിശാൽ പാർവതിയോട് പറയും, ഈ വീട് കുറെ കാലമായിട്ട് പൂട്ടിക്കിടക്കുകയല്ലേ, ഇവിടെ നിന്ന് ഇനി അമ്മയുടെ വിരലടയാളം കിട്ടിയാൽ കിട്ടി. അങ്ങനെ എനിക്കിപ്പോ തോന്നുന്നത്. ഇനിയിപ്പോ അഥവാ കിട്ടിയാലും അതിന് കൃത്യത ഉണ്ടാവൂ എന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ പാർവതി ചോദിക്കും, എന്താ സാറിന് മടുപ്പായോ? അപ്പോൾ വിശാൽ പറയും, അതല്ല, വലിയ പ്രതീക്ഷയുടെ വന്നിട്ട് അപ്പോൾ പാർവതി പറയും, സാറിന്റെ മനസ്സ് തളരരുത്, നമുക്ക് ദേവമ്മയുടെ വിരലടയാളം കിട്ടും, എത്രയും പെട്ടെന്ന് തന്നെ അത് ഇവിടെ നിന്ന് കിട്ടും. അതേസമയം പ്രഭാതി വിചാരിക്കുന്നത് ഗായത്രി ദേവി അതുപോലെ വിരലടയാളം പതിപ്പിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെന്റിൽ ഗായത്രി ദേവിയുടെ വിരലടയാളം ഉണ്ടായിരിക്കും. ഈ വിരലടയാളം ഉപയോഗിച്ച് വിശാൽ എങ്ങനെയായിരിക്കും ആ മാജിക് ബോക്സിനുള്ളിലെ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്? അതറിയണം, എങ്കിൽ മാത്രമേ അടുത്തത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പോഴാണ് അവിടേക്ക് പ്രതാപം വരുന്നത് കേട്ടോ. എന്നിട്ട് പ്രതാപം പ്രഭാവതിയോട് പറയും, അവിടെ അവര് ഗായത്രി ദേവിയുടെ വിരലടയാളം തിരയാണ്. ഒരു ഭാഗത്ത് വിശാലും പാർവതിയും, മറുഭാഗത്ത് ഗാർഗിയും തിരയുന്നുണ്ട്. ഞാൻ കാര്യം ചോദിച്ചിട്ട് അവരൊന്നും വിട്ടു പറയുന്നില്ല. അവരത് കണ്ടുപിടിക്കോ ചേച്ചി? കണ്ടുപിടിച്ചാൽ പണിയാവുമല്ലോ. ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ ആവുകയാണ്. അപ്പൊ പ്രഭാവതി പറയും, എനിക്കതിലെ ഒരു ടെൻഷനോ പേടിയോ ഒന്നുമില്ല. അവരത് കണ്ടുപിടിച്ചോട്ടെ, ഞാൻ അവരെ വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് വിരലടയാളം കിട്ടിയാൽ അത് എങ്ങനെ നശിപ്പിക്കണമെന്ന് എനിക്കറിയാം. പക്ഷേ ഈയിടെയായിട്ട് രാത്രിയിൽ എനിക്ക് വല്ലാത്തൊരു പേടി അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രതാപം പറയും, അങ്ങനെ ചില അസ്വസ്ഥതകൾ എനിക്കും ഉണ്ട് ചേച്ചി, അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ പ്രഭാവതി ചോദിക്കും, നമ്മൾ എത്ര കാലം ഇങ്ങനെ ഭയന്ന് ജീവിക്കും പ്രതാപ? അപ്പോൾ പ്രതാപം പറയും, ഇത് ഗായത്രി ദേവിയുടെ വീടല്ലേ, നമ്മളിവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പേടി. നമ്മളിവിടെ കഴിയുമ്പോൾ നമുക്ക് ഗായത്രി ദേവിയെക്കുറിച്ചും അവരെ കൊന്നതിനെ കുറിച്ചൊക്കെ ഓർമ്മ വരും. ഇത് കേട്ടതും പ്രഭാവതി പ്രതാപനൊന്ന് പൊട്ടിക്കാണ് കേട്ടോ. അപ്പോൾ പ്രതാപൻ ചോദിക്കും, ചേച്ചി എന്തിനാ ഇപ്പൊ എന്നെ തല്ലിയത്? അപ്പോൾ പ്രഭാവതി പറയും, പരിസരം നോക്കാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നമുക്കുള്ള കുഴി നമ്മൾ തന്നെ കുത്തുന്നത് പോലെ ഇരിക്കും. ഇവിടെ നീ സംസാരിക്കുന്നത് ഇരു ചെവി അറിയാതെ ശ്രദ്ധിക്കണം. നമ്മുടെ സംസാരം ആരും കേൾക്കരുത്, ആരും അറിയരുത്. ഇതെല്ലാം മണിക്കുട്ടൻ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മണിക്കുട്ടൻ അവരോട് പറയും, എല്ലാം ഞാൻ കേട്ടു കേട്ടോ. ഇത് കേട്ടതും പ്രതാപൻ ഒരു കല്ലെടുത്ത് മണിക്കുട്ടനെ എറിയാൻ നോക്കാണ്. അപ്പൊ മണിക്കുട്ടൻ ചോദിക്കും, പന പോലെ വളർന്നിട്ടും ചേച്ചിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാൻ നാണമില്ലേ പ്രതാപ? അതിനുവേണ്ടി എന്ത് തെറ്റായിപ്പോ നീ ചെയ്തത്? എന്തായാലും വല്ലാത്ത കഷ്ടമായി പോയി. അടിയുടെ ശബ്ദം കേട്ട് എന്റെ ചെവി അടഞ്ഞു പോയി. നിങ്ങളുടെ രഹസ്യ സംഭാഷണം നടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് മണി അവിടെ നിന്ന് പറന്നു പോവുകയാണ് കേട്ടോ. അപ്പോ പ്രഭാവതി ചോദിക്കും, നമ്മൾ പറഞ്ഞതൊക്കെ അവൻ കേട്ടു കാണോ? കേട്ടാ പിന്നെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അവനത് പാർവതിയോട് വിളുമ്പും. പിന്നെ കാണിക്കുന്നത് എല്ലാവരും കൂടെ ഹാളിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ ആ കാര്യസ്ഥൻ ഗോപിനാഥനോട് പറയും, ഗായത്രി അമ്മ ജീവിച്ചിരുന്നപ്പോൾ കുറെ സ്ഥലം ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വസ്തുക്കളൊന്നും ഞങ്ങളുടെ കൈവശമില്ല. അതൊക്കെ വേറെ ചില ആളുകൾ കൈയിറക്കി വെച്ചിരിക്കുകയാണ്. എന്തിനും പോകുന്ന കുറെ ഗുണ്ടകൾ. ആ സ്ഥലം എങ്ങനെയെങ്കിലും നിങ്ങൾ തിരിച്ചു പിടിച്ചു തന്നാൽ ഇവർക്ക് അവിടെ കൃഷി ചെയ്ത് സ്വസ്ഥമായിട്ട് കഴിയാമായിരുന്നു. അപ്പോൾ വിശാലെ ഗോപിനാഥനോട് ചോദിക്കും, നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അച്ഛാ? അപ്പോൾ ഗോപിനാഥ് പറയും, നമുക്ക് പോലീസിനെ ഇടപെടുത്തിയാലോ മോനെ? അപ്പോൾ ആ കാര്യസ്ഥൻ പറയും, ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടതാണ്. പക്ഷേ അന്നേരം അവിടെ ഒരു പ്രശ്നമുണ്ടായി. ഈ വസ്തുക്കളൊക്കെ വാക്കാലല്ലേ ഗായത്രി അമ്മ ഞങ്ങൾക്ക് തന്നത്. ഇതൊന്നും ഞങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ പാർവതി പറയും, അങ്ങനെയെങ്കിൽ ദേവമ്മ വാക്കാൽ പറഞ്ഞ ആ സ്ഥലം നമുക്ക് ഇവർക്ക് എഴുതി കൊടുത്താലോ? വസ്തു ഇവരുടെ പേരിലായാൽ പിന്നെ ആർക്കും അത് കൈവശപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ വിശാൽ പറയും, പാർവതി പറഞ്ഞത് നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ പ്രഭാവതി പറയും, ഇവർക്ക് ആ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിബുദ്ധിമോശമല്ലേ? പണ്ട് ഇവരുടെ കഷ്ടപ്പാടുകൾ കണ്ട് അവരുടെ ഉപജീവനത്തിന് വേണ്ടി ഗായത്രി ചേച്ചി കൊടുത്ത സ്ഥലമല്ലേ അത്? ഗായത്രി ചേച്ചിയുടെ നല്ല മനസ്സുകൊണ്ട് അന്ന് അത് ഉപയോഗിക്കാൻ പറഞ്ഞു എന്ന് കരുതി ഇന്ന് ആ ഭൂമിയൊക്കെ എന്തിനാണ് ഇവരുടെ പേരിൽ എഴുതി കൊടുക്കുന്നത്? ഇവർ പറയുന്ന വസ്തുക്കൾക്ക് ഇപ്പോഴേ കോടിക്കണക്കിന് വിലയാണ്. അത്രയും വിലപിടിപ്പുള്ള വസ്തു സൗജന്യമായിട്ട് ഇവരുടെ പേരിൽ എഴുതി കൊടുക്കണോ? അപ്പോൾ ഗോപിനാഥ് പറയും, ഈ പറയുന്ന വസ്തുക്കളൊക്കെ ഗായത്രിക്ക് അവളുടെ അമ്മ നൽകിയതാണ്. ആ വസ്തുക്കൾ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാനുള്ള അവകാശവും അന്ന് ഗായത്രിക്ക് അവളുടെ അമ്മ കൊടുത്തിരുന്നു. അത് അവളുടെ ഇഷ്ടാനുസൃതം ഇവർക്ക് നൽകി. ഒരു രൂപ പോലും മോഹിച്ചിട്ടല്ല ഗായത്രി അത് ചെയ്തത്. പിന്നീട് ഇവരുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങാമെന്ന ധാരണയൊന്നും ഗായത്രിക്ക് ഇല്ലായിരുന്നു. ഗായത്രി ഇവർക്ക് കൊടുത്ത വസ്തു ഇവർക്കുള്ളത് തന്നെയാണ്. അതാണ് ഗായത്രി ഇവർക്ക് കൊടുത്തിരിക്കുന്ന വാക്ക്. ആ വാക്ക് തെറ്റിക്കാൻ പാടില്ല. അത് തെറ്റിച്ചാൽ അത് ഗായത്രിയുടെ ആത്മാവിന് വിഷമമാവും. അതുകൊണ്ട് പാർവതി പറഞ്ഞതാണ് ശരി, വസ്തുക്കൾ ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാർവതി പറയും,
അമ്മ ഇവർക്ക് കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ നടക്കണം. എങ്കിൽ മാത്രമേ അമ്മ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമുള്ളൂ. നമ്മളെപ്പോലെ തന്നെ ദേവമ്മ ഇപ്പോഴും ഇവിടെയുണ്ടെന്ന് ഇവരും വിശ്വസിക്കുന്നതാണ്. ആ വിശ്വാസം നമ്മൾ നശിപ്പിക്കരുത്. അപ്പോൾ വിശാല് പറയും, ശരിയാണ്, അമ്മയെ എപ്പോഴും ഇവർ ദൈവത്തെ പോലെയാണ് കരുതുന്നത്. അതിന് കാരണം അമ്മയുടെ നല്ല മനസ്സ് തന്നെയാണ്. വാക്ക് പറഞ്ഞാൽ ഒരിക്കലും തെറ്റിക്കാത്ത ആളായിരുന്നു എൻ്റെ അമ്മ. ആ അമ്മ ഇവർക്ക് കൊടുത്ത വാക്ക് നമ്മളായിട്ട് തെറ്റിക്കാൻ പാടില്ല. പാർവതി പറഞ്ഞതുപോലെ തന്നെ ആ വസ്തുക്കൾ നമുക്ക് ഇവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രഭാവതി പറയും, നിന്റെ അഭിപ്രായം അതാണെങ്കിൽ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നിന്റെ നന്മയ്ക്കാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി പ്രതാപനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ കാര്യസ്ഥൻ പറയും, ഗായത്രിയമ്മ ഉണ്ടായിരുന്നെങ്കിൽ എടുക്കേണ്ട അതേ തീരുമാനമാണ് മോളിപ്പോൾ എടുത്തത്. ഇത് ഞങ്ങളുടെ ഗായത്രിയമ്മ തന്നെയാണ്. അപ്പോൾ വിശാല് പറയും, രജിസ്ട്രേഷൻ നമുക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ നടത്താം. അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. പിന്നെ എല്ലാവരും പോയതിനു ശേഷം വിശാൽ ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയിട്ട് കുറച്ചു നേരം ആ ഫോട്ടോ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ബുക്കെല്ലാം എടുത്ത് മറിച്ച് നോക്കുകയാണ്. അത് കണ്ടുകൊണ്ട് വരുന്ന പ്രഭാവതി വിചാരിക്കും, ഇവൻ ഇപ്പോഴും തിരിച്ചിൽ നിർത്തിയിട്ടില്ല അല്ലേ? അവൾ ഇവനും കൂടെ ഗായത്രിയുടെ വിരലടയാളം കണ്ടുപിടിച്ചിട്ട് അടങ്ങും. ആ ശ്രമം ഉപേക്ഷിക്കാനുള്ള ശ്രമമൊന്നും കാണുന്നില്ല. എന്നിട്ട് പോയിട്ട് വിശാലിനോട് ചോദിക്കും, മോനെന്താ ഇത്ര കാര്യമായിട്ട് തിരിയുന്നത്? അപ്പോൾ വിശാല് പറയും, ഞാൻ ഗായത്രിയമ്മയുടെ വിരലടയാളം തിരയായിരുന്നു അമ്മേ. ഇത് കേട്ടതും പ്രഭാവതി ഒന്ന് ഞെട്ടാണ് കേട്ടോ. അപ്പോൾ വിശാല് പറയും, നമ്മുടെ ആ മാജിക് ബോക്സിലെ മെമ്മറി കാർഡ് തുറക്കണമെങ്കിൽ അമ്മയുടെ വിരലടയാളം കൂടിയേ തീരൂ. നമ്മുടെ ഓഫീസിലും വീട്ടിലൊന്നും വിരലടയാളം ഇല്ല. ഇവിടെ ചിലപ്പോൾ ഉണ്ടാകും. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ പ്രഭാവതി ചോദിക്കും, ഇവിടെ നിന്ന് അത് കിട്ടാനുള്ള ചാൻസ് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ വിശാല് പറയും, എന്തായാലും അമ്മ താമസിച്ചതിന് വീടല്ലേ ഇത്. ഇവിടെ നിന്ന് ഒരു വിരലടയാളം എങ്കിലും കിട്ടാതിരിക്കില്ല. അപ്പോൾ പ്രഭാവതി ചോദിക്കും, പഴയ വിരലടയാളം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ മോനെ? പിന്നെന്താ, അത് ക്ലിയർ ആയിരിക്കണം. എവിടെ നിന്നെങ്കിലും ഞാൻ ആ വിരലടയാളം കണ്ടെത്തും. എന്നിട്ട് വേണം ആ മെമ്മറി കാർഡിൽ എന്താണെന്ന് കണ്ടെത്താൻ. ശേഖരമേനൻ പറഞ്ഞത് അമ്മയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ തെളിവുകൾ അതിലുണ്ടെന്നാണ്. എനിക്കും അത് തോന്നുന്നു. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ മെമ്മറി കാർഡ് തുറന്ന് അമ്മയുടെ കൊലപാതകയെ കണ്ടെത്തണം. അതറിഞ്ഞു കഴിഞ്ഞാൽ അവർ എവിടെ മറിഞ്ഞിരുന്നാലും ഞാൻ അവരെ കണ്ടുപിടിക്കും. അമ്മയുടെ മരണത്തിന് ഉത്തരവാദികൾ ആരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല. അമ്മ അനുവദിച്ചതിൻ്റെ ഇരട്ടി മരണവേദന അവരെ ഞാൻ അനുഭവിക്കും. ഇഞ്ചിഞ്ചായി ഞാൻ അവരെ കൊല്ലു എന്ന് പറഞ്ഞിട്ട് വിശാൽ ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പ്രഭാവതി മനസ്സിൽ പറയും, വിരലടയാളം കണ്ടുപിടിച്ച് അവനെ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യോ? അത് അവൻ ഓപ്പൺ ചെയ്യരുത്. വിരലടയാളത്തിന് പുറകെയുള്ള വിശാലിൻ്റെയും പാർവതിയുടെയും തിരിച്ചിൽ തടയണം. അതിനെന്താ ഒരു മാർഗം എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് പ്രഭാവതി. പിന്നെ കാണിക്കുന്നത് രാത്രി വിശാല മഞ്ഞൾ പുരണ്ട തുണി കയ്യിലെടുത്തിട്ട് പറയും, ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയാണ്. ഇത് പാർവതിക്ക് അവളുടെ പിറന്നാൾ സമ്മാനമായിട്ട് ഞാൻ കൊടുക്കും. അങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് പാർവതി അവിടേക്ക് വരുന്നത്. പാർവതിയെ കണ്ടത് വിശാൽ അത് മറച്ചു പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാർവതി ചോദിക്കും, എന്താ സാറേ മറച്ചു പിടിച്ചത്? അപ്പോൾ വിശാൽ പറയും, ഇത് ഞാൻ തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സർപ്രൈസാണ്. ഇപ്പം അത് കാണിച്ച പിന്നെ സർപ്രൈസ് പോലെയില്ലേ. പിന്നെ പിറ്റേ ദിവസം ഗാർഗി പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പൂജ ചെയ്യാൻ ഒരു തിരുമേനി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുക്കങ്ങൾ നടത്തുന്ന ഗാർഗിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.